ശരിക്കും ഇലക്ട്രിക്കൽ പഠിക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഈ കോണ്ടാക്ടറാണ്. ഓക്കെ, കോണ്ടാക്ടർ അങ്ങനെ കാണാം അതിൻ്റെ അകത്ത്. ഇതിൽ കണ്ടോ L1 L2 L3 T1 T2 T3 എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോണ്ടാക്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ L1 L2 L3 നമുക്ക് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അമങ്ങുന്ന സമയത്ത്, ഈ ബ്ലാക്ക് സാധനം അകത്തേക്ക് അമങ്ങുന്ന സമയത്ത് ഇത് വന്നിട്ട് T1 T2 T3യിലേക്ക് ചെല്ലും. അതായത് ഇപ്പോൾ സപ്പോസ് L1 കണക്ട് ചെയ്ത സാധനം T1 എത്തും, കണക്ഷൻ എത്തും. L2 കൊടുത്ത സാധനം T2 എത്തും. അതൊരു കണക്ഷൻ ഇപ്പോൾ ഫേസ് ആയിക്കോട്ടെ, ന്യൂട്രൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ 3 ഫേസ് ആയിക്കോട്ടെ, അത് മറ്റേ അതർ എൻഡിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഇത് മെയിൻലി ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അപ്പം നമ്മളിത് നമ്മുടെ സ്റ്റാർട്ടർ മെക്കാനിസം, മോട്ടർ മെക്കാനിസത്തിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ പല സാധനങ്ങളും ഓണാക്കണതിന് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടി നമുക്ക് ഈ കോണ്ടാക്ടറിൻ്റെ കൺട്രോൾ വയറിംഗ് എന്ന് പറഞ്ഞ പാർട്ട് കറക്റ്റായിട്ട് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ കാണുന്നതിൽ ഇതിൽ പവർ വയറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോഡിലേക്കുള്ള സാധനങ്ങളാണ് ഈ 3 ടെർമിനൽസിലേക്ക് കൊടുക്കുന്നത്. മറ്റേ T1 T2 T3 എന്ന് പറഞ്ഞ ടെർമിനലിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ ലോഡിൻ്റെ എൻഡാണ്. ഇവിടെ ലൈൻ വരുന്നു, ഇവിടെ അതിൻ്റെ ലോഡ് കണക്റ്റ് ആവുന്നു. അപ്പോൾ ഏത് ടൈമിലാണ് ഇത് അമർന്നു പോകുന്നത് ആ ടൈമിൽ ഈ ഇതിൻ്റെ അകത്തേക്കുള്ള സപ്ലൈ, ഈ ലോഡിലേക്കുള്ള സപ്ലൈ അപ്പുറത്തേക്ക് ചെല്ലുന്നു, ഇവിടെ നിന്നുള്ള സപ്ലൈ ഇപ്പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇതിൽ ആക്ച്വലി 4 ടെർമിനൽ 1 3 5 പിന്നെ NO എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, 13 14 എന്ന് പറഞ്ഞ ടെർമിനൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറൊന്നുമില്ല, നമുക്കിത് വേണമെങ്കിൽ 4 ഉപയോഗിക്കാം. 3 ഫേസ് ന്യൂട്രൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിന് വേറെ മറ്റ് പല ആവശ്യങ്ങളുണ്ട്. നമ്മുടെ കൺട്രോൾ വയറിംഗ് എന്നൊക്കെ പറയുന്ന പാർട്ടുകളിൽ ഇവൻ്റെ ഉപയോഗം വരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് വിശദമായിട്ട് പല വീഡിയോസിലായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഈ കോണ്ടാക്ടറിൻ്റെ അകത്ത് എന്താണെന്നുള്ള ഒരു സംഭവമാണ് മെയിൻലി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു കോണ്ടാക്ടറിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടാക്ടറിൻ്റെ അകത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു കോയിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കോയിൽ കാണാം. അതിൻ്റെ അകത്ത് രണ്ട് 4 ടെർമിനൽസ് ആണ്, അത് ഫുള്ള് കോയിലാണ്. ഓക്കെ, ഇതിപ്പോൾ L&Tയുടെ ഒരു മേക്കിൻ്റെ ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു അകത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പോലത്തേക്കൊരു സാധനം കാണാം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വച്ചു. എന്നിട്ട് ഇതിൻ്റെ കോണ്ടാക്ടറിനെ മറ്റേ എൻഡാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മളിതിങ്ങനെ മൂടിയിരിക്കുന്ന ഒരു സെറ്റപ്പാണിത് ഇവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ടെർമിനൽസ് ഉണ്ട്. ഇപ്പോൾ ഇത് പഴയതായതുകൊണ്ട് ഇതിൻ്റെ എഴുത്തൊക്കെ പോയിട്ടുണ്ട്. 4 ടെർമിനൽ L1 L2 L3 13 എന്ന് പറഞ്ഞാൽ T1 T2 T3 ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ കണ്ടോ 4 ടെർമിനൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ സംഭവിക്കണേ, അകത്ത് എന്താ സംഭവിക്കണേ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അകത്ത് ഇതേപോലെ കണ്ടോ, ഇതിലിങ്ങനെ പ്രസ്സാവുന്ന 2 സംഭവങ്ങളുണ്ട്. കണ്ടോ, ഒരു സംഭവം അതിൻ്റെ അകത്തേക്ക് കോണ്ടാക്ട്സ് എന്ന് പറയും. ഈ കോണ്ടാക്ട്സ് ഇതിലേക്ക് പ്രസ്സാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രസ്സാവുന്നു, ഇവിടെ ഇത് പ്രസ്സാവുന്നു, ഇങ്ങനെ പ്രസ്സായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പ്രസ്സാവണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഈ പറഞ്ഞ കോയിലിൽ സപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇതിപ്പോൾ ഈ കോയിൽ വരുന്നത് 415 വോൾട്ടിൻ്റെ കോയിലാണ്. ഓക്കെ, 415 വോൾട്ടിൻ്റെ കോയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 ഫേസ് വേണം ചെല്ലാൻ. 2 ഫേസ് ചെന്നാലാണ് ഈ കോയിലിൻ്റെ അകത്ത് സപ്ലൈ വരുള്ളൂ. ആ സപ്ലൈ വരുമ്പോഴത്തേക്കും അത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ വലിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഇതിനെ വലിച്ചിട്ട് അത് താഴത്തേക്ക് വലിയും, ഈ കോണ്ടാക്ട്സ് ക്ലോസ് ആവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ എൻഡിലെ സപ്ലൈ ഇവിടേക്ക് എത്തുന്നത്. ഇതിങ്ങനെ അമങ്ങുമ്പോഴത്തേക്ക് ആ കോണ്ടാക്ട്സ് അവിടെ അമങ്ങുന്നതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ 4 സെറ്റ് ഓഫ് സപ്ലൈ നമുക്ക് ഈ സൈഡിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ കോയിലിലേക്ക് സപ്ലൈ എത്തിക്കുന്ന പരിപാടിക്കാണ് കൺട്രോൾ വയറിംഗ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കേസിൽ നമുക്ക് 2 ഫേസ് ആയിരിക്കും ചെല്ലുണ്ട്. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടാക്ടർ, ഇപ്പോൾ ഞാൻ പുതിയ കോണ്ടാക്ടർ കാണിച്ചു, ഇതിൻ്റെ അകത്ത് ഫേസ് ന്യൂട്രലും ചെന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ഡീറ്റെയിലിങ്ങിൽ എഴുതിയിട്ടുണ്ടാവും, എത്ര എൻ്റെ കോണ്ടാക്ടറാന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 240 വോൾട്ട് എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഇതിൽ ഫേസ് ന്യൂട്രലാണ് ചെല്ലേണ്ടത്. അപ്പോൾ ഇവിടെ അതിന് ടെർമിനൽസിന് പേരുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, A1 A2 എന്ന് പറഞ്ഞ് ആ ടെർമിനലിന് പേര് എഴുതിയിട്ടുണ്ട്. A2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, A2 മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ കോമൺ ആണ് A1 A2. അപ്പോൾ ഒരെണ്ണത്തിൽ ഫേസും മറ്റേതിൽ ന്യൂട്രലും ചെല്ലുക എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോയിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എന്തതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ
നമുക്കിപ്പോൾ ഒരു 3 ഫേസ് എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി മോട്ടോർ പോലത്തെ സാധനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ നമ്മുടെ A1 A2ലേക്ക് സപ്ലൈ എത്തിച്ചാൽ മതി. ആ സപ്ലൈ എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബ്ലാക്ക് സാധനം ഇങ്ങനെ അമങ്ങിയിരിക്കും. എന്നിട്ട് ഈ സാധനം ഓണാവും, നമ്മുടെ കോണ്ടാക്ടർ ഓണാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം ഇതാണ്. ഇതിൻ്റെ അകത്ത് ഇതാണ് ഈ കോണ്ടാക്ടർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അതിൻ്റെ മുകളിൽ ഇതിപ്പോൾ ആഡ് ഓൺ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് ഇരിക്കട്ടെ. ഇതേപോലത്തെ ഇതൊരു സ്റ്റാർട്ടറാണ്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കോമ്പോണൻസിൽ മെയിൻ സാധനം ഈ കോണ്ടാക്ടറാണ്. അപ്പോൾ ഈ കോണ്ടാക്ടറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഉണ്ടോ RYB ഫേസ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, അടിയിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് മോട്ടറിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ കുറേ ഗ്രേ വയേഴ്സൊക്കെ പോയിക്കണുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ. ആ A1 A2 എന്നൊക്കെ എഴുതിൻ്റെ അവിടെ ബാക്ക് സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവിടെ ലൈന് ന്യൂട്രലാണ് ചെന്നേക്കുന്നത്, LN എന്നൊക്കെ പറഞ്ഞ് ചെന്നേക്കണതാണ്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുറച്ച് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കിയാൽ അത് സിമ്പിളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. നമുക്ക് ബേസിക്കലി ഇങ്ങനത്തെ പുഷ് ബട്ടൺസ് ഒക്കെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇതേപോലത്തെ കൺട്രോൾ വയറിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, കണ്ടോ, ഇതിൽ ആ ഒരു കോണ്ടാക്ടർ പിടിക്കുന്നതാണ് കാണുന്നത്. മോട്ടർ വർക്കാവുന്നുണ്ട്, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതേപോലെ ഓൺ ഓഫ് പ്രോസസ്സൊക്കെ നമുക്ക് ബട്ടൺ വഴിയോ അല്ലെങ്കിൽ ഓട്ടോമേഷൻസൊക്കെ വഴിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ കോണ്ടാക്ടർ. അപ്പോൾ കോണ്ടാക്ടറിൻ്റെ കൂടെയുള്ള ആഡ് ഓൺ ബ്ലോക്കാണ്. അപ്പോൾ ബേസിക് ഐഡിയ ഇത് മനസ്സിലാക്കണം. ഈ കോണ്ടാക്ടർ വെച്ചുള്ളതാണ് മെയിൻ പരിപാടികളെല്ലാം നടക്കുന്നത്, മെയിൻ കളികളെല്ലാം നടക്കുന്ന പല സാധനങ്ങളിലും കോണ്ടാക്ടറാണ് അതിൻ്റെ മെയിൻ താരം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് അങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻ നടക്കും, അതനുസരിച്ച് ഇതിലേക്ക് സപ്ലൈ പോകുന്നതാണ് ബേസിക്കലി. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് വേണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്യുമ്പോൾ ഇത് പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പുഷ് ചെയ്യാതെ തന്നെ പല ടൈമർ സർക്യൂട്ടൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്ക് ഓൺ ആവണം, അല്ലെങ്കിൽ ഒരു 6 മണി 6:30 ടൈം ആകുമ്പോൾ ഓൺ ആവണം. അപ്പോൾ നമുക്ക് ടൈമർ സർക്യൂട്ട് ഇതുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ A1 A2ലേക്കുള്ള സപ്ലൈ ആ ഒരു ടൈമിലേക്ക് ചെന്നാൽ മതി. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ചെല്ലുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല പരിപാടികളും ഈ കോണ്ടാക്ടറെ കൊണ്ടുണ്ട്. സ്റ്റാർട്ടറിലൊക്കെ എപ്പോഴും ഉപയോഗം വരും. ഓട്ടോമേഷൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകമാണ് ഈ പറഞ്ഞ കോണ്ടാക്ടർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുകൂടാതെ നിങ്ങൾ ഈ NONC എന്നൊക്കെ നമ്മൾ അതിൽ എഴുതിയേക്കണം കണ്ടില്ലേ, അതിൻ്റെ കൺസെപ്റ്റും കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ കാണിച്ച ഫസ്റ്റ് ഫിഗറിൻ്റെ അടുത്ത് ഇതിപ്പോൾ ഫേസ് എന്ന് വെച്ചോ, ഇവിടെ ഒരു LED ബൾബുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്യുന്നു. ആ സ്വിച്ച് നോർമലി ഓപ്പൺ എന്നുള്ള കണ്ടീഷനിലാണ്. ഈ രണ്ടാമത്തെ കേസിൽ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ടെന്ന് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോർമലി ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. ഇത് NC എന്ന് വിളിക്കുന്നതിനെ. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കും, നമ്മുടെ നോർമലി ഓപ്പൺ കണ്ടീഷനിൽ നമ്മുടെ ന്യൂട്രൽ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്, ഫേസ് അവിടെ ചെല്ലുന്നില്ല. നോർമലി ക്ലോസ്ഡ് കണ്ടീഷനിൽ ഫേസ് ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോണ്ടാക്ടറിൻ്റെ അകത്തും അത് തന്നെയാണ് വരുന്നത്. ഇതിൽ NO എന്ന് ഉള്ള സാധനം നോർമൽ കണ്ടീഷനിൽ ഇപ്പുറത്തേക്ക് സപ്ലൈ പോകുന്നില്ല. ഇത് അമങ്ങുന്ന ടൈമിലായിരിക്കും ഇപ്പുറത്തേക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ നോർമലി ക്ലോസ്ഡ് ഓപ്പൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന മെയിനായിട്ട് കൺട്രോൾ വയറിങ്ങിൻ്റെ കാര്യങ്ങൾക്കായിരിക്കും. അതായത് ഇവിടെ നിന്നുള്ള സപ്ലൈ ഇപ്പുറത്തേക്ക് എത്തുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ, ഈ കോണ്ടാക്ടർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ഇപ്പോൾ കണ്ട സ്റ്റാർട്ടറിൽ സ്റ്റാർ ഡെൽറ്റ ആക്ഷൻസിലൊക്കെ 3 കോണ്ടാക്ടർ ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈം 3 പിടിക്കാൻ പാടില്ല. അപ്പോൾ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 2 അറ്റ് എ ടൈം പിടിക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ഏത് കോണ്ടാക്ടറാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്, മറ്റേത് പിടിക്കാണ്ടിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ ഈ NO എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കും.